ആഭോഗി രാഗത്തിലുള്ള ആദിതാളവർണ്ണത്തിൻ്റെ അനുപല്ലവി കഴിഞ്ഞിട്ടുള്ള ചിട്ടസ്വരം ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ചിട്ടസ്വരം ആയതുകൊണ്ടും ഇതിൽ സാഹിത്യം ഒന്നും ഇല്ലാത്തത് കൊണ്ടും എല്ലാം സ്വരം മീട്ടി വായിക്കണം. ഇതും നേരത്തെ വായിച്ച പോലെ തന്നെ ഒരു ഫ്രേസായിട്ട് വായിച്ചിട്ട് പോവാം. രി ഗ മ രി ഗ സ രി ഗ സ രി ഗ മ രി ഗ സ രി ഗ സ. ആ സ റി എന്ന് പറയണം. പിന്നെ രണ്ടാമത്തെ കമ്പിയിൽ റി സ ദ മ. ആ മാ മൂന്നാമത്തെ കമ്പിയിലാണ്. റി സ ദ മ ദ സ. ഈ രണ്ട് സ്വരം ഓരോ ഫ്രേസായിട്ട് വായിക്കുക. ഒന്നുകൂടി. പിന്നെ ദ സ രി ഗ രി. ദ രണ്ടാമത്തെ കമ്പിലാണ്. സരി ഗരി എന്നുള്ളത് ആദ്യത്തെ കമ്പിൽ. ദ സ രി ഗരി. പിന്നെ സരി ഗമ ദമ ഗരിസ. ഒന്നുകൂടി. രി ഗ മ രി ഗ സ രി ഗ സ. രി സ ദ മ ദ സ ദ സ രി ഗ രി സ രി ഗ മ ദ മ ഗ രി സ. അടുത്ത താളവട്ടം. രി ഗ മ ഗ മ ദ മ ദ സ. രി ഗ സ രി ഗ മ ഗ രി ഗ രി സ ദ. രി സ ദ മ ഗ രി സ. രി ഗ മ ഗ മ. ద మ ద స. రి గ స రి గ. രി ഗ വായിക്കുന്ന ഗ മെല്ലെ തള്ളണം. സരി ഗ വായിക്കുന്ന ഗ നന്നായിട്ട് തള്ളണം. രി ഗ സ രി ഗ. പിന്നെ മഗരി.
ഗാരി സദ മഗരി ഗാരി സദ ആ മാ താളം വരും. മഗരി ഗാരി സദ. പിന്നെ രി സദ മഗരി സ. രി സദ മഗരി സ. രണ്ടാമത്തെ താളവട്ടം ഇതാണ് ചിട്ടസ്വരം, 2 താളവട്ടം. ഇത് 2 താളവട്ടവും ഒന്നിച്ച് വായിച്ച് നോക്കാം. ഓരോ താളവട്ടവും 2 പ്രാവശ്യം വായിക്കുക. രി ഗ മ രി ഗ സ രി ഗ സ രി സ ദ മ ദ സ ദ സ രി ഗ രി സ രി ഗ മ ദ മ ഗ രി സ. അടുത്തത് രി ഗ മ ഗ മ ദ മ ദ സ രി ഗ സ രി ഗ മ ഗ രി ഗ രി സ ദ രി സ ദ മ ഗ രി സ. ഒന്നുകൂടി. അടുത്ത ഇതാണ് ചിട്ടസ്വരത്തിൻ്റെ 2 താളവട്ടം. സാധാരണ രീതിയിൽ വർണ്ണം വായിക്കുമ്പോൾ പല്ലവി അനുപല്ലവി ചിട്ടസ്വരം ഒരു ഭാഗമായിട്ട് 2 കാലം വായിക്കുന്നതാണ് രീതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചരണ സാഹിത്യവും ചരണസ്വരങ്ങളും പഠിക്കാം.